വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരു എക്സാം ക്രാക്ക് ചെയ്യണം, അതും ഡിഗ്രി പ്രിലിംസ് എക്സാം. എന്താണ് ആ വഴി? മക്കളെ പേടിക്കേണ്ട. ഡിഗ്രി പ്രിലിംസ് എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് നമ്മുടെ ജാപ്പനീസുകാർ ഒരു ടെക്നിക്ക് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അവരുടെ സ്റ്റഡി മെത്തേഡിൽ കൊണ്ടുവന്നിരുന്ന SRM ടെക്നിക്. എന്താണ് SRM ടെക്നിക്? എങ്ങനെയാണ് ഇനിയുള്ള 30 ദിവസം കൊണ്ട് ഡിഗ്രി പ്രിലിംസിന് ഈ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും ഉയർന്ന മാർക്ക് സ്കോർ ചെയ്ത് മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ പറ്റുക? ഈ മെത്തേഡിന് ഒരു പ്രത്യേകതയുള്ളത്, ഒരു ദിവസം നിങ്ങൾ ചെയ്യേണ്ട 3 കാര്യങ്ങൾ, നിങ്ങളുടെ പഠനത്തിൽ ഉൾപ്പെടുത്തേണ്ട 3 കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് SRM ടെക്നിക് എന്ന് പറയുക. മക്കളെ ഇതാണ് SRM ടെക്നിക്കിന്റെ ഒരു പെർഫോമ. ഒന്ന് നോക്കിക്കോടാം. ഒരു 3 സ്റ്റെപ്പിലൂടെ ആയിരിക്കും ഒരു ദിവസം മുന്നോട്ട് പോകുക. അതിൽ ഒന്നാമത്തേത് നോർമലി നമ്മൾ പഠിക്കും പോലെ തന്നെയുള്ള സ്റ്റഡി എന്ന് പറയുന്ന മെത്തേഡാണ്. എല്ലാ ദിവസവും നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ആ പഠനം എന്ന് പറയുന്ന കാര്യത്തിനാണ് ഒരു പ്രപ്പോർഷൻ കൊടുക്കുക. അതായത് 100% ആണെങ്കിൽ അതിൽ 33.3% നമ്മൾ കൊടുക്കുന്നത് എങ്ങോട്ടായിരിക്കും? സ്റ്റഡി എന്ന് പറയുന്ന പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും. രണ്ടാമത്തത് റിവിഷൻ ആണ്. നോർമലി നമ്മൾ എത്ര പഠിച്ചാലും എത്രത്തോളം റിവിഷൻ കൊടുക്കുന്നു എന്നതിനെ അനുസരിച്ചിരിക്കും നമ്മൾ ഇത് ഓർത്തിരിക്കുന്നതും പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്നതും. അപ്പൊ രണ്ടാമത്തെ 33.3% നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് റിവിഷന് വേണ്ടിയിട്ടായിരിക്കും. മൂന്നാമത്തത് നോർമലി ഒരു ഡിഗ്രി പ്രിലിംസ് എക്സാമിനെ സംബന്ധിച്ച് 100 മാർക്ക് 1.25 മണിക്കൂറിലായിരിക്കും നമ്മൾ പരീക്ഷ എഴുതുക. അതായത് 75 മിനിറ്റിലായിരിക്കും നമ്മൾ 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. കൂടുതലും സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലുള്ള ചോദ്യങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ സമയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ സമയത്തെ കൃത്യമായി നിങ്ങൾ നിയന്ത്രിച്ചു എങ്കിൽ മാത്രമേ അവിടെ നിങ്ങൾ കോൺഫിഡന്റ് ആയിരിക്കണം. അവിടെ നിങ്ങൾക്ക് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാൻ പാടില്ല. പരീക്ഷാ ഹാളിൽ കാമായിട്ട് ക്വയറ്റ് ആയിട്ട് ആ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റണം. അപ്പൊ സ്വാഭാവികമായും അതിന് മുമ്പേ എത്രത്തോളം ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു പഠിക്കാൻ പറ്റുമോ അത്രത്തോളം ചോദ്യങ്ങൾ ചെയ്തു പഠിക്കാനും നിങ്ങൾക്ക് പറ്റണം. മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്ന മൂന്നാമത്തെ സ്റ്റെപ്പ്. ഈ 3 സ്റ്റെപ്പുകൾ വളരെ കോമൺ ആണ്, എപ്പോഴും ചെയ്യണമെന്ന് പറയാറുള്ളതാണ്. ഇതിനെ ഒരു 33.3% വെച്ച് ഡിവൈഡ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രിപ്പറേഷൻ ഇൻക്ലൂഡ് ചെയ്ത മാർക്ക് ബൂസ്റ്റ് ചെയ്യേണ്ട വഴി ഞാൻ നിങ്ങൾക്ക് ഓരോന്നായി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. മക്കളെ, ആദ്യത്തേത് സ്റ്റഡിയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെ പഠിക്കണം? നമുക്കറിയാം, സിലബസിൽ 100 മാർക്കിന് പ്രപ്പോർഷൻ ഉണ്ട്. പക്ഷേ ആ സിലബസിലെ 100 മാർക്കിന്റെയും ടോപ്പിക്കുകൾ ഇനി പഠിക്കാൻ നിങ്ങൾക്ക് സമയമില്ല. ആ യാഥാർത്ഥ്യം ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. 100 മാർക്കും പഠിക്കാനായിട്ട് നിങ്ങൾ പരിശ്രമിച്ചാൽ അവിടെ ഏറ്റവും കൂടുതൽ സംഭവിക്കാൻ പോകുന്നത്, നിങ്ങൾ ഒരുപാട് സമയം പഠനത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ടി വരും. പക്ഷേ മാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളൊന്നും തന്നെ നിങ്ങൾ കവർ ചെയ്യുകയുമില്ല. സിലബസിന്റെ മുക്കും മൂലയും പഠിച്ചു പോയിട്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും പ്രിലിംസിനില്ല. പകരം നിങ്ങൾ എന്ത് ചെയ്യണം? സിലബസിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്ന ജൈന്റ് ടോപ്പിക്കുകളുണ്ട്. ആ ടോപ്പിക്കുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ ശ്രമിക്കാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് MEM തന്നെയാണ്, ഒരു സംശയമില്ല. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം 50 മാർക്കിന്റെ ടോപ്പിക്കാണ്. എല്ലാ ദിവസവും എത്രത്തോളം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട, കോൺസെപ്റ്റുകൾ എല്ലാ ദിവസവും ഒന്ന് ക്ലിയർ ചെയ്തു പോവേണ്ട ടോപ്പിക്കുകളാണ് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. പ്രത്യേകിച്ച് ഇംഗ്ലീഷിലെയും മലയാളത്തിലെയും വൊക്കാബുലറികൾ എത്ര തവണ റിപ്പീറ്റ് ചെയ്ത് പഠിക്കാമോ അത്രയും തവണ പഠിച്ചു വെച്ചോ. വാരി വലിച്ചു പോവേണ്ട. PYQs നോക്കിയിട്ട് അവിടെ ചോദിക്കുന്ന വൊക്കാബുലറീസ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത്, കൂടുതൽ സ്ട്രെസ് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. 2, GK ടോപ്പിക്സിൽ 50 മാർക്കിൽ ഏതൊക്കെ സബ്ജക്റ്റുകൾക്ക് പ്രയോറിറ്റി കൊടുക്കണം? മക്കളെ, GKയിലെ കോൺസ്റ്റിറ്റ്യൂഷന് 5 മാർക്കുണ്ട്. പക്ഷെ പഠിക്കാനുള്ള ടോപ്പിക്കുകളുടെ എണ്ണം കുറവാണ്. അതേസമയം ഹിസ്റ്ററി ആണെങ്കിലോ, ഹിസ്റ്ററിക്ക് 10 മാർക്ക് ഉണ്ടെങ്കിലും അവിടെ പഠിക്കാനുള്ള ഏരിയ വളരെ വാസ്റ്റ് ആണ്. അതേപോലെ തന്നെ എക്കണോമിക്സ് എടുത്താലോ, എക്കണോമിക്സിൽ 5 മാർക്കാണ്. പക്ഷെ പഠിക്കാനുള്ള ടോപ്പിക്കുകളുടെ എണ്ണം വളരെ കുറവാണ്. ഇനി ജോഗ്രഫി എടുക്കാം. ജോഗ്രഫിക്ക് 5 മാർക്കാണ്. പക്ഷെ അവിടെ വേൾഡ് ജോഗ്രഫി പഠിക്കണം, ഇന്ത്യൻ ജോഗ്രഫി പഠിക്കണം, കേരള ജോഗ്രഫി പഠിക്കണം. ഇനി IT വന്നാലോ, പോർഷൻസ് വളരെ കുറവാണ്. അവിടെ 5 മാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതേപോലെ ഡിഫറെന്റ് ആംഗിളിലുള്ള സബ്ജക്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കഴിഞ്ഞ 13 ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷകളെ അനലൈസ് ചെയ്യണം. ആ പ്രിലിംസ് പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് വന്ന ടോപ്പിക്കുകൾക്ക് GKയിൽ നിന്ന് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കണം. ആ പണി ഞങ്ങൾ എടുത്തിട്ടുണ്ട്. സൂപ്പർ നോട്ട്സിന്റെ ടെലഗ്രാം ചാനലിൽ പോയാൽ 50 ടോപ്പിക്കുകളും ഏതൊക്കെയാണ് ആ ടോപ്പിക്കുകൾ എന്നുള്ളതും കൃത്യമായിട്ട് പിൻഡ് മെസ്സേജ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും അത് വേണമെങ്കിൽ നേരെ നമ്മുടെ ടെലഗ്രാമിലോട്ട് പൊക്കോ. അവിടെ ആ സാധനം പിൻഡ് മെസ്സേജസിലേക്ക് കിടപ്പുണ്ട്. ആ 50 ടോപ്പിക്കുകൾക്ക് എന്ത് കൊടുക്കുക? പ്രയോറിറ്റി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം MEM എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പ്രയോറിറ്റി കൊടുത്തു. രണ്ടാമത്തെ പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്ന ആർക്കാണ്? ഈ 50 ടോപ്പിക്കുകൾക്കാണ്. ആ 50 ടോപ്പിക്കിൽ കഴിഞ്ഞ സെക്കൻഡറി ടെസ്റ്റ് പരീക്ഷയിൽ തന്നെ
ഒരു സ്റ്റേജിൽ 30-നടുത്ത് ചോദ്യങ്ങൾ വന്നു എന്നുള്ളതാണ് പ്രത്യേകത. അപ്പൊ MEM ൽ നിങ്ങൾക്ക് ഒരു 30-35 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതിൽ നിന്ന് 30 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെങ്കിൽ 60 മുതൽ 65 മാർക്ക് വരെ കട്ട് ഓഫിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. സ്വാഭാവികമായും പ്രിലിംസിന്റെ റിസൾട്ട് പോലും വെയിറ്റ് ചെയ്താതെ മെയിൻസിന് വേണ്ടി പഠിച്ചു തുടങ്ങാനും പറ്റും. ക്ലിയർ ആണ് ഒന്നാമത്തെ സ്ട്രാറ്റജി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇതുവരെയുള്ള ഷോർട്ട് നോട്ടുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങൾക്ക് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം. സിലബസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ മാത്രം കവർ ചെയ്തു പോകുന്ന ഈ ഒരു മാരത്തൺ സ്റ്റഡി റുട്ടീൻ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ടോട്ടൽ സമയത്തിന്റെ 33.3% ഇടുക. എന്ന് പറഞ്ഞാൽ നിങ്ങൾ 10 മണിക്കൂറാണ് പ്രിപ്പറേഷൻ വേണ്ടി ഇടുന്നതെങ്കിൽ 3 മണിക്കൂർ ആ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാം. ഇനി അടുത്ത് നോക്കിയടാ റിവിഷൻ ആണ്. റിവിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ദിവസം, അതായത് എല്ലാ ദിവസവും പ്രോപ്പർ ആയിട്ട് റിവിഷനും ചെയ്യണം. ഇതുവരെ നിങ്ങൾ കുറെ ടോപ്പിക്കുകൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ അതിലെ പലതും ഇപ്പോഴും നിങ്ങൾ എടുക്കുമ്പോൾ പുതുമയുള്ളതായിട്ട് തന്നെയായിരിക്കും കാണുക. അതുകൊണ്ട് ഓരോ ദിവസവും പഠിച്ചത് അതേ ദിവസം തന്നെ റിവൈസ് ചെയ്യാനും കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചത് തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ പ്രോപ്പർ ആയിട്ട് റിവൈസ് ചെയ്ത മെമ്മറിയിൽ ഫീഡ് ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഷോർട്ട് നോട്ടുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ പഠിക്കുമ്പോൾ എഴുതി വെക്കുന്ന ഷോർട്ട് നോട്ടുകൾ എടുക്കാം. റെഗുലർ ആയിട്ട് വായിക്കാനായിട്ട് ശ്രമിക്കാം. നിങ്ങളുടെ മെമ്മറിയിലേക്ക് ഈ പോയിന്റുകൾ ഒന്ന് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. അങ്ങനെ എത്രത്തോളം തവണ ഈ പോയിന്റുകൾ ഒന്ന് മൈൻഡ് മാപ്പ് ചെയ്യാൻ പറ്റുമോ, ഒന്ന് റീകളക്ട് ചെയ്യാൻ പറ്റുമോ, അത്രത്തോളം തവണ റീകളക്ട് ചെയ്യുക. ഇതെല്ലാ ദിവസവും ചെയ്യാനുള്ള റുട്ടീനാണ് ഞാൻ പറയുന്നത്. രണ്ടാമത്തെ മെത്തേഡ് റിവിഷൻ ആണ്. സ്വാഭാവികമായും ഇനി 30 ദിവസം കൂടെ ഡിഗ്രി പ്രിലിംസിനുള്ളൂ. ഈ 30 ദിവസവും ടോപ്പിക്കുകൾ റിവൈസ് ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ റിവൈസ് ചെയ്ത് പോകുമ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പതിയുകയും പരീക്ഷാ ഹാളിൽ അതൊക്കെ പെട്ടെന്ന് ഉത്തരങ്ങളായി ഓപ്ഷനുകളിൽ നിന്ന് ഉത്തരങ്ങളായിട്ട് നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും. മൂന്നാമത്തെ മെത്തേഡ് മോക്ക് ടെസ്റ്റ് ആണ്. എന്താണ് മോക്ക് ടെസ്റ്റിന്റെ പ്രത്യേകത? മക്കളെ 75 മിനിറ്റിൽ നിന്ന് നിങ്ങൾ കണ്ടെത്തേണ്ടത് 100 ചോദ്യങ്ങളുടെ ഉത്തരമാണ്. ഈ 100 ചോദ്യങ്ങളുടെ ഉത്തരവും ഓപ്ഷൻസിൽ ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. 100 ചോദ്യങ്ങളുടെ ഉത്തരവും നിങ്ങളുടെ കൺമുമ്പിലുണ്ട്. ആ ഉത്തരങ്ങളിൽ നിന്ന്, ഓപ്ഷനുകളിൽ നിന്ന് ശരി ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ ടാസ്ക്. എങ്ങനെയാണ് ഈ ശരി ഉത്തരം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുക? മക്കളെ അതിന് വേണ്ടിയിട്ട് ഇത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി. എല്ലാ ദിവസവും ഡെയിലി എക്സാമുകൾ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എല്ലാ ദിവസവും എക്സാം ചെയ്യുക, പരമാവധി ചോദ്യങ്ങൾ ചെയ്യുക, അതിലെ ട്രിക്കുകൾ കണ്ടെത്താൻ ശ്രമിക്കുക. എന്തുകൊണ്ടാണ് ഈ ചോദ്യത്തിൽ ഈ ഓപ്ഷൻ ശരിയായത്, അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് എങ്ങനെയാണ് എത്താൻ കഴിയുക, നിങ്ങൾക്ക് അറിയാത്ത ടോപ്പിക് ആണെങ്കിലും എങ്ങനെയാണ് ഇന്റലിജന്റ് എലിമിനേഷൻ ടെക്നിക് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുക, ഇതൊക്കെ മനസ്സിലാകണമെങ്കിൽ റെഗുലർ ആയിട്ട് എക്സാംസ് ചെയ്യാൻ പറ്റണം. അപ്പൊ കൃത്യമായ സമയം വെച്ചുകൊണ്ട് എല്ലാ ദിവസവും എക്സാം ചെയ്യാനായിട്ട് ശ്രമിക്കാം. നിങ്ങളുടെ സമയത്തിൽ ഒരു 3 മണിക്കൂർ എക്സാംസിന് വേണ്ടി മാത്രം മാറ്റി വെക്കാനായിട്ട് ശ്രമിക്കാം. ഇങ്ങനെ പോകുമ്പോൾ 9 മണിക്കൂറാണ് നിങ്ങൾ പഠിക്കുന്നത് എങ്കിൽ 3 മണിക്കൂർ നോർമൽ പഠനത്തിന് വേണ്ടിയിട്ടും 3 മണിക്കൂർ റിവിഷന് വേണ്ടിയിട്ടും 3 മണിക്കൂർ മോക്ക് എക്സാമിന് വേണ്ടിയിട്ടും മാറ്റി വെക്കാനായിട്ട് പറ്റും. അതിലൂടെ 30 ദിവസം, ഒരു ദിവസം 10 മണിക്കൂർ വെച്ച് നിങ്ങൾ പഠനത്തിന് വേണ്ടി മാറ്റിവെച്ചാൽ 300 മണിക്കൂർ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിപ്പറേഷന് വേണ്ടി മാറ്റിവെച്ച ഡിഗ്രി പ്രിലിംസ് വളരെ കോൺഫിഡന്റ് ആയി പോയി എഴുതിയെടുക്കാനായിട്ട് സാധിക്കും. പറ്റില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒന്നുമില്ലടാ, ഒന്ന് ഓർഡർ ചെയ്താൽ മതി. നിങ്ങളുടെ ലൈഫിനെ ഒന്ന് സെറ്റ് ആക്കിയാൽ മതി, ഒന്ന് ക്ലിയർ ചെയ്താൽ മതി, കറക്റ്റ് പാത്തിലൂടെ ഒന്ന് പോയാൽ മതി, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ നിങ്ങൾക്ക് ഈ 3 മെത്തേഡിലൂടെയും പഠിച്ചു പോകാനുള്ള വഴികളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ ക്രാഷ് ബാച്ച് നാളെ സ്റ്റാർട്ട് ചെയ്യാണ്. ഏപ്രിൽ മാസം 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാണ്. മക്കളെ 250 പേർക്ക് മാത്രമാണ് ഈ ബാച്ചിലേക്ക് സീറ്റ് ഉള്ളത്. ഇത് പ്രിലിംസ് ഓൺലി ക്രാഷ് ബാച്ച് ആണ്. അതായത് പ്രിലിംസിന് വേണ്ടി കാച്ചി കുറുക്കിയ സ്റ്റഡി പ്ലാനോടുകൂടി, കാച്ചി കുറുക്കിയ മെറ്റീരിയലുകളോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബാച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ബാച്ചിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ GKയിൽ നിങ്ങൾക്ക് ഈ 50 ടോപ്പിക്സേ കിട്ടൂ. 50 ടോപ്പിക്കിന്റെ ക്ലാസ്സും നോട്ടും മാത്രമേ കിട്ടുള്ളൂ. അതായത് ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രമേ നിങ്ങൾ പഠിക്കുള്ളൂ നിങ്ങൾ ഉറപ്പുവരുത്തുന്നുണ്ട്. ഇത് കൂടാതെ MEM മുഴുവനായിട്ട് നിങ്ങൾക്ക് കിട്ടും. അതിന്റെ പ്രത്യേകത, നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണോ റിവിഷൻ കൊടുക്കേണ്ടത് അത് എടുത്തു വെച്ച് പഠിക്കാൻ നിങ്ങൾക്ക് പറ്റും. ഇത് കൂടാതെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷനുകൾ ഒരുപാട് വരും. എത്രത്തോളം ചോദ്യങ്ങൾ ചെയ്യിപ്പിക്കാമോ അതെല്ലാം ഞങ്ങൾ ചെയ്യിപ്പിക്കും. അത് ലൈവ് ക്ലാസ്സുകളായിരിക്കും. നമ്മുടെ അധ്യാപകർ മാറി 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 എത്രത്തോളം ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് എടുത്തുതരാൻ പറ്റുമോ അത്രത്തോളം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് എടുത്തു തരും. അപ്പം നിങ്ങൾക്ക് എങ്ങനെ പഠിച്ചു പോകണം എന്നുള്ളൊരു ധാരണ കൂടെ നിങ്ങൾക്ക് കിട്ടും. അതുകൂടാതെ ഒരു ടെസ്റ്റ് സീരീസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഈ ടെസ്റ്റ് സീരീസിന്റെ പ്രത്യേകത, ഏതാണ്ട് 3300ഓളം ചോദ്യങ്ങൾ മോക്ക് എക്സാമുകളും ഏതാണ്ട് 1300ഓളം പ്രീവിയസ് ചോദ്യങ്ങളും ഒക്കെ കിട്ടുന്ന ടെസ്റ്റ് പാക്ക് ആണ്. അപ്പൊ ഇതിലൂടെ ഈ ഒരൊറ്റ ബാച്ചിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് 999 രൂപ ടെസ്റ്റ് പാക്ക് ഫ്രീ ആണ്. എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നവരും 1499 രൂപയ്ക്കാണ്.
പെട്ടെന്ന് അഡ്മിഷൻ എടുത്തോടാം. നാളെയാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഒരിക്കലും നിങ്ങൾ വൈകി പോകരുത്. നിങ്ങളുടെ സമയം പോയിട്ടില്ല. ഇനിയുള്ള സമയം കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. ഡെഡിക്കേറ്റഡ് ആയിട്ട് ആത്മാർത്ഥമായി പഠിക്കാൻ ഇരുന്നാൽ മതി. നമുക്ക് നാളെ ഉഷാറായിട്ട് ക്ലാസ്സിൽ കാണാം. നിങ്ങളെ എല്ലാവരെയും എനിക്ക് ആ ക്ലാസ്സിൽ കാണാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. ഓരോ ദിവസവും പഠിക്കാനുള്ളതൊക്കെ ഓരോന്നായിട്ട് നമുക്ക് പഠിച്ച് ഡിഗ്രി പ്രിലിംസ് ക്രാക്ക് ചെയ്ത് മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നവരെല്ലാം ആ ലക്ഷ്യത്തിലേക്ക് എത്തുമെന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് ക്ലാസ്സിൽ കാണാം.